All, welcome to the class. Today we are going to discuss a small topic in the subject mechanics of machinery. Today's topic is analysis of tangent cam with roller follower. Before starting analysis, we must know what is a tangent cam. നമ്മൾ ടാൻജൻറ്റ് ക്യാം എന്താണെന്ന് മനസ്സിലാക്കണം. ടാൻജൻറ്റ് ക്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചിത്രത്തിൽ നിങ്ങൾ നോക്കുക. ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് സർക്കിൾസ് കാണാം. ഒന്ന് ബേസ് സർക്കിളും രണ്ടാമത്തെ നോസ് സർക്കിളും. അതിന് രണ്ടിനും ടാൻജൻ്റായിട്ട് അതിൻ്റെ ഒരു ഫ്ലാങ്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ടാൻജൻറ്റ് ഫ്ലാങ്കും കാണാൻ പറ്റും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്യാമിന് പറയുന്ന പേരാണ് ടാൻജൻറ്റ് ക്യാം. IC എൻജിൻസിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്യാമാണ് ടാൻജൻറ്റ് ക്യാം. ആൻഡ് ഇത് വളരെ ആവശ്യമുള്ള ഒരു ക്യാമാണ്. ഇതിൻ്റെ അനലിറ്റിക്കൽ മെത്തേഡ് അഥവാ അനാലിസിസ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ രണ്ട് വിധത്തിലുള്ള ക്യാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. നെക്സ്റ്റ് വരേണ്ടത്. ഇപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ടാൻജൻറ്റ് ക്യാം വിത്ത് റോളർ ഫോളോവറും രണ്ടാമത്തെ ക്ലാസ്സിൽ സർക്കുലർ ആർക്ക് ക്യാം വിത്ത് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവറുമാണ് ഡിസ്കസ് ചെയ്യുക. അന്നേരം നമുക്ക് ചിത്രത്തിലേക്ക് പോവാം. ടാൻജൻറ്റ് ക്യാം വിത്ത് റോളർ ഫോളോവർ. ചിത്രം നോക്കുക. ചിത്രത്തിൽ നിങ്ങൾക്കൊരു ടാൻജൻറ്റ് ക്യാം കാണാൻ പറ്റും. അതിൻ്റെ താഴെയുള്ള സർക്കിൾ അതിന് പറയുന്ന പേരാണ് ബേസ് സർക്കിൾ. അതിൻ്റെ സെൻറ്റർ O ആണ്. ടോപ്പിൽ വരുന്ന ചെറിയ സർക്കിളാണ് നോസ് സർക്കിൾ. അതിൻ്റെ സെൻറ്റർ P ആണ്. BA എന്ന് പറയുന്നതാണ് ടാൻജൻറ്റ് ഫ്ലാങ്ക് ഒരു സൈഡിൽ. IH എന്ന് പറയുന്നത് മറു സൈഡിലുള്ള ടാൻജൻറ്റ് ഫ്ലാങ്ക് ആണ്. പിന്നെ നിങ്ങൾ ഈ ആക്സിസ് എടുത്തിട്ട് രണ്ട് സൈഡും നോക്കിയാൽ ഒരേപോലെ തന്നെയാണ് ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ഷേപ്പ്. അതാണ് ടാൻജൻറ്റ് ക്യാം. നമുക്ക് ഇതിൻ്റെ അകത്ത് അനാലിസിസ് ചെയ്യണം. അഥവാ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ ഇതെല്ലാം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കണ്ടീഷൻ എടുക്കുന്നുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ ഫോളോവർ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് സ്ട്രെയിറ്റ് ഫ്ലാങ്ക്. അഥവാ ഈ A മുതൽ E വരെ വരുന്ന ഈ ഡയറക്ഷനിലുള്ള ഇതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും നമ്മളുടെ ഫോളോവർ വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളതും, രണ്ടാമത്തെ കേസ് E മുതൽ J വരെ ഈ ഒരു ഏരിയയിൽ ടാൻജൻറ്റ് ക്യാം വന്നാൽ എന്താണ് വ്യത്യാസം എന്നുള്ളതുമാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതേപോലെ ഈ സൈഡിൻ്റെ നേരെ ഒരു മിറർ എഫക്റ്റാണ് ഇവിടെ സൈഡിൽ വരിക. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് ചെയ്താൽ മതി. A മുതൽ E വരെയും E മുതൽ J വരെയും ചെയ്ത് കഴിഞ്ഞാൽ അതന്നെയായിരിക്കും ഇവിടുന്ന് ഇവിടം വരെ വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ബേസ് സർക്കിളിൻ്റെ സെൻറ്റർ Oയും നോസ് സർക്കിളിൻ്റെ സെൻറ്റർ Pയും പിന്നെ കൂടാതെ ആ സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ d ആയിട്ടും അതുപോലെ ബേസ് സർക്കിളിൻ്റെ റേഡിയസ് R1ഉം നോസ് സർക്കിളിൻ്റെ റേഡിയസ് R2ഉം റോളർ ഫോളോവറിൻ്റെ റേഡിയസ് R3യും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ റോളർ ഫോളോവർ OB എന്നുള്ളതായിരിക്കും ഇനീഷ്യൽ പൊസിഷൻ. അതിൻ്റെ ഫൈനൽ പൊസിഷൻ OE ആയിരിക്കും. അതാണ് ടാൻജൻറ്റ് ഫ്ലാങ്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും. അതായത് നമ്മൾ ഇവിടുന്ന് മുതൽ ഇവിടം വരെ വരുന്നതിൻ്റെ ഇക്വേഷനാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് മുതൽ ഇവിടം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ഇവിടെയുള്ള ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ OB എന്നുള്ള ലെങ്ത്താണ് ഇതിൻ്റെ ലിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ OG എന്നുള്ളതായിരിക്കും ഒരു അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ജിയിലുള്ള ലിഫ്റ്റ്. നിങ്ങൾ നോക്കുക, ഈ ക്യാമറ റൊട്ടേറ്റ് സ്റ്റേഷനറിയും റോളർ റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ OB എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊസിഷനും OG എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻറ്റ് പൊസിഷനും OE എന്ന് പറയുന്ന ഫൈനൽ പൊസിഷനും ആയിരിക്കും. OBൻ്റെ അകത്ത് ഉണ്ടാകുന്ന ലിഫ്റ്റ് നോക്കുക. അത് കഴിഞ്ഞ ശേഷം OGയിലേക്കുള്ള ലിഫ്റ്റ് നോക്കുക. അഥവാ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OG മൈനസ് OB ആയിരിക്കും. അതായിരിക്കും ഫൈനൽ ഒരു ഇൻസ്റ്റൻറ്റ്. ഇവിടെയുള്ള റൈസ് എന്ന് പറയുന്നത് OG മൈനസ് OB ആയിരിക്കും. അതാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഇവിടെ നമുക്ക് കുറേ ആംഗിൾസ് തന്നിട്ടുണ്ട്. ആൽഫ, ഫൈ ആൻഡ് തീറ്റ. ആൽഫ എന്ന് പറയുന്നത് സെൻട്രൽ ലൈനും ഇനീഷ്യൽ പൊസിഷനും തമ്മിലുള്ള ആംഗിളാണ് ആൽഫ. ഇനീഷ്യലും ഫൈനലും തമ്മിലുള്ള ആംഗിളാണ് ഫൈ. ഇനീഷ്യലും ഇൻസ്റ്റൻറ്റ്, നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ട ഒരു ഇൻസ്റ്റൻറ്റ് റാൻഡമായി എടുക്കുന്ന ആ ഇൻസ്റ്റൻറ്റ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൈസിൻ്റെ ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലിഫ്റ്റ്, എക്സ് ഈസ് ഈക്വൽ ടു OG മൈനസ് OB അഥവാ ഈ ഇൻസ്റ്റൻറ്റ് മൈനസ്
ഇനീഷ്യൽ പൊസിഷൻ OB. ഇനി നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതാണ് OBG. ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വെച്ച് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. OG എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ആണ്, OB എന്ന് പറയുന്നത് അഡ്ജസ്റ്റന്റ് സൈഡ് ആണ്. അതുകൊണ്ട് തന്നെ cos θ = OB/OG ആയിരിക്കും. അല്ലെങ്കിൽ OGനെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ OG = OB/cos θ ആയിരിക്കും. അതിവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കോമൺ ആയിട്ട് OB പുറത്തേക്ക് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഫൈനലി ഇക്വേഷൻ എഴുതാം OB × 1/cos θ - 1. കൂടാണ്ട് OB എന്താണെന്നുള്ളത് നിങ്ങൾ ഇവിടെ നോക്കി നോക്കുക. OB എന്ന് പറയുന്നത് നമുക്ക് OA + AB എന്ന് എഴുതാം. OA എന്ന് പറയുന്നത് R1 തന്നെയായിരിക്കും. AB എന്ന് പറയുന്നത് ഈ റോളറിൻ്റെ റേഡിയസ് ആണ്. അതുകൊണ്ട് തന്നെ R1 + R3 ആയിരിക്കും നമ്മളുടെ OB. അതുകൊണ്ട് നമുക്ക് ഫൈനൽ ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി റിട്ടൺ ആസ് x = R1 + R3 × 1/cos θ - 1. അത് ഞാൻ ഒന്നും കൂടി വ്യക്തമായി എഴുതി. ഇനി നമുക്ക് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുകിട്ടിയാൽ അതിൻ്റെ അകത്ത് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്താൽ മതി. പക്ഷേ ഇതിൻ്റെ അകത്ത് ടൈമിൻ്റെ ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെലോസിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് dx/dt = dx/dθ × dθ/dt. നമുക്ക് ഓൾറെഡി എക്സ് അറിയാം, അതിനെ dθ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/cos θ, ഇതിനകത്ത് R1 + R3 അതുപോലെ അവിടെ ഉണ്ടാവും. 1/cos θ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി sin θ / cos square θ. 1ന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 0. പിന്നെ വരുന്നത് dθ/dt ആണ്. അത് dθ/dt എന്നുള്ളത് ഓൾറെഡി നമുക്കറിയാം ആംഗുലാർ വെലോസിറ്റി ആണ്, ദാറ്റ്സ് ഒമേഗ, ആൻഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് v = ഒമേഗ × R1 + R3 × sin θ / cos square θ. ഇനി ആക്സലറേഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം വെലോസിറ്റീനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇവിടെയും നമുക്ക് ടീൻ്റെ ടേം ഇല്ലാത്തത് കൊണ്ട് നമുക്കതിനെ dv/dθ × dθ/dt എന്ന് എഴുതാം. അതിന് മുമ്പ് നമുക്ക് പറയേണ്ട കാര്യം, ഇതിൻ്റെ അകത്ത് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ തീറ്റ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സൈൻ തീറ്റ കൂടും, കോസ് തീറ്റ കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം വെലോസിറ്റി കിട്ടുക, അഥവാ വി മാക്സിമം കിട്ടുക തീറ്റയുടെ മാക്സിമം പോയിന്റിലാണ്. കാരണം കോസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ വാല്യൂ കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ തീറ്റ മാക്സിമം ആകുമ്പോഴാണ് മാക്സിമം വെലോസിറ്റി കിട്ടുക. അതുകൊണ്ട് തന്നെ വി ക്യാൻ റീപ്ലേസ് തീറ്റ വിത്ത് ഫൈ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇനീഷ്യലും ഫൈനലും തമ്മിലുള്ള ആംഗിളാണ് ഫൈ. അതുകൊണ്ട് തന്നെ വി മാക്സ് = ഒമേഗ × R1 + R3 × sin φ / cos square φ. ആക്സലറേഷൻ ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്സലറേഷൻ വിൽ ബി ദ ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി ആൻഡ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് dv/dθ × dθ/dt. നമുക്ക് ഓൾറെഡി വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ ആ ടേം വിൽ ബി ലൈക്ക് ദിസ്. അതുകൊണ്ട് തന്നെ dθ/dt ഒമേഗ വരുന്നു. ആ ഒമേഗയും കൂടി ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒമേഗ സ്ക്വയർ × R1 + R3 × cos square θ + 2 sin square θ / cos cube θ എന്ന് കിട്ടും. നമുക്ക് ഈ സൈൻ സ്ക്വയർ തീറ്റേന ടേം നമുക്കറിയാം. സൈൻ സ്ക്വയർ തീറ്റ = 1 - cos square θ. കാരണം സൈൻ സ്ക്വയർ തീറ്റ + cos square θ = 1 ആണ്. അതുകൊണ്ട് ഇത് റീപ്ലേസ് ചെയ്യുക. എന്നാൽ നമുക്ക് ഫൈനലി ഇക്വേഷൻ നമുക്കൊന്ന് റീപ്ലേസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി a = ഒമേഗ സ്ക്വയർ × R1 + R3 × 2 - cos square θ / cos cube θ. ഇതായിരിക്കും നമ്മുടെ ആക്സലറേഷൻ്റെ ഫൈനൽ ഇക്വേഷൻ വരിക. അതിൻ്റെ തന്നെ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2 - cos square θ / cos cube θ ചെയ്ത് മിനിമം ആകുമ്പോഴാണ് നമുക്ക് മിനിമം ആക്സലറേഷൻ കിട്ടുക. അതേപോലെ മാക്സിമം കിട്ടുക തീറ്റ = 5 വരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വേഷൻ എഴുതാം ആക്സലറേഷൻ മിനിമം = ഒമേഗ സ്ക്വയർ × R1 + R3 a max = ഒമേഗ സ്ക്വയർ × R1 + R3 × 2 - cos square φ / cos cube φ. ഇതാണ് നമ്മളുടെ ടാൻജന്റ് ക്യാമിൽ റോളർ ഫോളോവർ ടാൻജന്റ് ഫ്ലാങ്കിൽ നിൽക്കുമ്പോഴുള്ള ഇക്വേഷൻ. ഇനി നോസിൽ നിൽക്കുമ്പോഴുള്ള ഇക്വേഷൻ ഉണ്ടാക്കണം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിത്രം കൺസിഡർ ചെയ്യാം.
നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എ മുതൽ ഇ വരെ ഉള്ളതാണ്. ഇനി ഇ മുതൽ ജെ വരെ എന്താണ് സംഭവിക്കുക നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആംഗിളും കൂടി എടുക്കുന്നത് θ1 ആണ്. അതേപോലെ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ അഥവാ PGE എന്ന് പറയുന്ന ആംഗിൾ ബീറ്റ എന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ സെയിം ആണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എല്ലിൻ്റെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്ന ചെറിയ എറർ ഉണ്ട്. R2 + R3 ആണ്. അഥവാ PJ എന്ന് പറയുന്നതാണ് എൽ. പി മുതൽ ജെ വരെയുള്ള ഡിസ്റ്റൻസ്, പി മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും R2. ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ളത് റോളറിൻ്റെ റേഡിയസ് ആണ്. ദാറ്റ് വിൽ ബി R3. സോ എൽ വിൽ ബി R2 + R3. ഇത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. R1 + R3 അല്ല, R2 + R3 ആണ്. ഇത്രയാണ് അതിനകത്ത് ആദ്യം ഉള്ളത്. നമുക്കിനി ഓരോന്നും ചെയ്തു നോക്കാം. ആദ്യം ചെയ്യേണ്ട ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ഇക്വേഷൻ, ഇവിടെ ഉണ്ടാകുന്ന ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഒന്ന് സോൾവ് ചെയ്യാം. OJ എന്നുള്ള ഡിസ്റ്റൻസ് എന്നുള്ളത് OP + PJ ആണ് എന്നുള്ളത് അറിയാം. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OJ - OG ആണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഇപ്പം നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇതിലെ കൂടി കടന്നു പോകുന്ന ലൈനാണ് ഇത്. OJ - OG ആയിരിക്കും ലിഫ്റ്റ്, അഥവാ ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്. അന്നേരം OJ എന്നുള്ളത് നമുക്ക് OP + PJ എന്ന് എടുക്കാം. ടോട്ടൽ ഡിസ്റ്റൻസ് OJ ആണ്, അത് OP + PJ എന്ന് എടുക്കാം. അതേപോലെ OG എന്നുള്ളത് OE + EG എന്നും എടുക്കാം. നമുക്ക് ചിത്രം നോക്കാം. OP എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ D ആണ്. PJ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു R2 + R3 = L ആണ്. സോ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് D + L. പിന്നെ അത് കൂടാണ്ട് OE ആൻഡ് EG, ഇതിൻ്റെ നടുക്കേ കൂടി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് OP cos θ1 ആയിരിക്കും OE. അതേപോലെ തന്നെ PG cos BT ആയിരിക്കും GE. ഇതൊന്നും നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. പിന്നെ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേം θ1ലും മറ്റേ ടേം ബീറ്റയിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ രണ്ട് ട്രയാങ്കിൾ എടുക്കുകയാണ്. ദാറ്റ് ഈസ് OEP ആൻഡ് GPE. ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു കോമൺ സൈഡ് ഉണ്ട്, ദാറ്റ് ഈസ് EP. അഥവാ GP sin β = OP sin θ1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് GP എന്നാന്ന് നോക്കാം. GP എന്ന് പറയുന്നത് R2 + R3 ആണ്, അഥവാ L ആണ് GP എന്ന് പറയുന്നത്. അതുപോലെ OP എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ D ആണ്. അതുകൊണ്ട് തന്നെ L sin β = D sin θ1 എന്ന് എഴുതാം. അതിവിടെ എഴുതിയിട്ടുണ്ട്. L sin β = D sin θ1. അതിൻ്റെ രണ്ട് സൈഡിലും സ്ക്വയറിങ് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. sin² β എന്നുള്ളത് 1 - cos² β എന്ന് എഴുതാം. അതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് സോൾവ് ചെയ്ത ഫൈനൽ ഇക്വേഷൻ വിൽ ബി L cos β = L² - D² sin² θ1 raised to 1/2. ഇത് നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ 1ലേക്ക് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡിസ്പ്ലേസ്മെന്റ് ഫൈനൽ ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് x = L + സ്മോൾ ലെറ്റർ D - D cos θ1 - L² - D² sin² θ1 raised to 1/2. ഈ ഇക്വേഷനാണ് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ കിട്ടാനാണ് ബുദ്ധിമുട്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ നല്ല രീതിയിൽ നോക്കണം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഡെറിവേഷൻ ആണ്. വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. മാത്സിൽ നല്ലോണം അറിയുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഡിസ്പ്ലേസ്മെന്റിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് dx / dθ1 × dθ1/dt. അത് ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റീൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. വെലോസിറ്റീൻ്റെ ഫൈനൽ ഇക്വേഷൻ വിൽ ബി omega d into sin θ1 plus d sin 2 θ1 divided by L² - D² sin² θ1 raised to 1/2. ഇതിൻ്റെ ഡെറിവേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.
ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പക്ഷെ നോർമലി ഇത് മാത്തമാറ്റിക്സ് ആണ്, നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കിയാൽ തന്നെ കിട്ടുന്നതാണ്. ഇനി ആക്സിലറേഷൻ ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഡെറിവേറ്റീവ് എടുക്കുക. ദാറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ഓർ ഡി വി ബൈ ഡി തീറ്റ 1 ഇൻറ്റു ഡി തീറ്റ 1 ബൈ ഡി ടി. അത് ചെയ്താൽ ആക്സിലറേഷൻ്റെ വാല്യൂ കിട്ടും. അത് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് ആദ്യത്തെ ടേം അതിന് ഡെഫിനിഷ്യേഷൻ ചെയ്തതാണ് ഈ കിട്ടുന്നത്. അതിന് ശേഷം ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഈ ഒരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടുക എ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഡി ഇൻറ്റു കോസ് തീറ്റ 1 പ്ലസ് എൽ സ്ക്വയർ ഡി കോസ് 2 തീറ്റ 1 പ്ലസ് ഡി ക്യൂബ് സൈൻ റൈസ് ടു 4 തീറ്റ 1 ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 1 ഹോൾ റൈസ് ടു 3/2. ഇതാണ് നമ്മളുടെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ വെൻ നമ്മളുടെ ഫോളോവർ നോസിലാണെങ്കിൽ, ടാൻജന്റ് ക്യാമ്പിൻ്റെ നോസ് സൈഡിലാണ് നമ്മളുടെ